മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖാല അർബഉം മിൻ ഉഅതിയഹുന്ന ഖൈറദ് ദുനിയാ വൽ ആഖിറ. ഈ പറയുന്ന 4 സൽക്കർമ്മങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, ഇതാർക്കാണോ ലഭിച്ചത്, അവൻ ഭാഗ്യവാനാണ്, അവൻ രക്ഷപ്പെട്ടവനാണ്, അവൻ ദുനിയാവിലും രക്ഷപ്പെട്ടു, അവൻ ആഖിറത്തിലും രക്ഷപ്പെട്ടു, അവന് വിജയികളുടെ കൂട്ടത്തിലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 4 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, വകൽബുൻ ഷാകിറാ. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നോ? അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സ് സിറാജിനുണ്ടെങ്കിൽ, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ ദുനിയാവിലും രക്ഷപ്പെട്ടു, നീ ആഖിറത്തിലും രക്ഷപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും, ഈ പ്രഭാഷണം ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്കൂ, നമുക്കൊരു ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന ഒരു ഹൃദയമാണോ? അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സോ ഒരു സ്വഭാവമോ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, എനിക്ക് കണ്ണ് നൽകി, എനിക്ക് ചെവി കേൾവി നൽകി, എനിക്ക് അല്ലാഹു ബുദ്ധി നൽകി, എനിക്ക് കൈ തന്നു, കണ്ണ് തന്നു, കാല് തന്നു, കരള് തന്നു, കിഡ്നി തന്നു. അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഈ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും തിരിച്ച് നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ ഞാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണോ ജീവിക്കുന്നത്? പക്ഷേ നമ്മളിൽ പലർക്കും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല, കരളുള്ളപ്പോൾ കരളിൻ്റെ വിലയറിയില്ല, കിഡ്നിയുള്ളപ്പോൾ കിഡ്നിയുടെ വിലയറിയില്ല. പക്ഷേ ഇതെങ്ങാണമൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ സമയത്തറിയാം അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം എന്താ. അല്ലാഹു നമുക്കിതെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിഡ്നി ഇപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച്? നമ്മൾ ആരെങ്കിലും ഷായിക്കാടെ കുടുംബത്തോട് ചോദിച്ചാൽ അറിയാം ഇപ്പം അതിൻ്റെ പ്രയാസം എന്താന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഈ നാട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കിഡ്നി അത് നഷ്ടപ്പെട്ടു പോയി, അത് മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷമാണെന്നറിയോ? ഒരു 35 ലക്ഷം രൂപയെങ്കിലും ആവൂലേ അങ്ങനെ? എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇപ്പൊ കരളിൽ മഞ്ഞപ്പിത്തം പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാറ്റിവെക്കാൻ വേണ്ടി തിരയുമ്പോൾ ഓരോ മനുഷ്യന്മാർ ചോദിക്കണം പൈസകളൊക്കെ ആലോചിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ അള്ളാഹു തന്നിരിക്കുന്ന ഒരു അവയവം നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴേ നമുക്കിതിന്റെ വില എന്താണെന്നറിയൂ. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി കാണിക്കണ്ടേ? നമ്മൾ വിചാരിച്ചിരിക്കണത് ഈ കടന്ന് തലയും കുത്തിക്കടന്ന് പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഓടി ഇങ്ങോട്ട് വന്നൊരു ഒളിവെടുത്ത് 4 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഒരു ദുആയും ചെയ്യാതെ സുന്നത്ത് നിസ്കരിക്കാതെ പരക്കമ്പായിന്ന് നമ്മൾ വിചാരിക്കണത് ഇതൊക്കെയാ നമ്മൾ നന്ദി കാണിക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. ആ മനുഷ്യൻ 500 വർഷക്കാലം വിവാഹം പോലും കഴിച്ചിട്ടില്ല. 500 വർഷക്കാലം കുടുംബവുമായിട്ടൊരു വിവാദത്തിന് തടസ്സമാകുന്നത് കാരണം കുടുംബവുമില്ല, ഒന്നുമില്ല, മക്കളുമില്ല, ഒന്നുമില്ല. 500 വർഷക്കാലം ഈ മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിൽ പോയിരുന്നിട്ട് ഇബാദത്ത് ചെയ്യുക. രാവിലെ രാവും പകലും ഇബാദത്ത്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും നോമ്പ. പക്ഷെ ഈ മനുഷ്യൻ ആകെ കഴിക്കുന്നത് ഒരു റുമ്മാൻ പഴവും കഴിക്കും, ഇത്തിരി പച്ചവെള്ളവും കുടിക്കും. ഇത് കഴിച്ചിട്ട് 500 കൊല്ലം രാവും പകലും ഈ മനുഷ്യൻ ഇബാദത്ത് ചെയ്തു. അവസാനം അദ്ദേഹം സുജൂദിൽ കിടന്ന് ചരിത്രം പറയുന്നു. സുജൂദിൽ കിടന്ന് മരണപ്പെട്ടെ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് ആ മനുഷ്യന് കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് ഈ നന്മതിന്മ എഴുതിയ കിതാബൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ ചങ്ങാതിയോട് പറഞ്ഞു, എന്റെ ഔദാര്യം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിൽ കയറി പൊക്കോ. അള്ളാഹു പറഞ്ഞു, എന്റെ ഔദാര്യം കൊണ്ട് നീ തന്നെ പൊക്കോ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹിനോട് പറയാ, പടച്ചോനെ, എനിക്ക് ഔദാര്യം ഒന്നും വേണ്ട,
അങ്ങനെ ഓസിന് സ്വർഗമൊന്നും വേണ്ട, ഞാൻ 500 കൊല്ലം രാവും പകലും ഒരു ബന്ധവുമില്ലാതെ പടച്ചവനെ ഞാൻ ഒരു റുമ്മാമ്പഴവും ഒരു പച്ചവെള്ളവും കുടിച്ചിട്ട് ഞാൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു. അത് തൂക്കിയിട്ട് അതിന് പകരം തന്നാ മതി പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതിന് പകരമായിട്ട് ഈ 500 വർഷത്തെ ഇബാദത്ത് മതിയായോ എന്ന് നോക്കാൻ പറഞ്ഞു. അളന്നു നോക്കിയിട്ട് മലക്കുകൾ നിന്ന് കരയുക. അളന്നു നോക്കിയിട്ട് മലക്കുകൾ നിന്ന് കരയുകയാ. എന്നിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഈ മനുഷ്യന് നീ കോടാനി നന്മകൾ, ഈ മനുഷ്യന് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. നീ ചെയ്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട 2 കണ്ണുണ്ടല്ലോ, ആ 2 കണ്ണിലെ ഒരു കണ്ണിന് പകരമായിട്ട് പോലും ഈ 500 വർഷത്തെ ഇബാദത്ത് മതിയായില്ല എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 500 വർഷത്തെ ഇബാദത്ത്, ഈ 2 കണ്ണ്, കയ്യും കാലും കരളും കൂമ്പൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ 2 കണ്ണിലെ ഒരു കണ്ണിന് പകരമായിട്ട് പോലും ഈ 500 വർഷത്തെ ഇബാദത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദ്രത്തിലിരുന്ന് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ കടലാണെന്ന് പറയുന്നു, എവിടെയുമാകട്ടെ, ആ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ശുദ്ധിയായ വെള്ളം അള്ളാഹു കുടിക്കാൻ കൊടുത്തു. ഒരു റുമ്മാമ്പഴവും എല്ലാ ദിവസവും കൊടുത്തു. ഇതിനു പോലും പകരമായിട്ടായിട്ടില്ല. അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ അള്ളാഹു ഇങ്ങനെ കണക്ക് വെച്ച് വയ്ക്കുക, ഇനി എങ്ങോട്ട് പോകണം. അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുന്നു, പടച്ചോനെ, എനിക്ക് നീ സ്വർഗം തരണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകിയാ മതി. ലാ യദ്ഖുലൂനൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ല. ഒരാൾക്കും അള്ളാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗപ്രവേശനം ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ